ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നലെ ക്ലാസ്സിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഡെറിവേറ്റീവിനെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് പറയാൻ പറ്റുമെന്നല്ലേ? അങ്ങനല്ലേ പറഞ്ഞ dy/dx എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്ന് പറഞ്ഞു. അത് എക്സിൽ വെരി സ്മോൾ ചേഞ്ച് ഉണ്ടാകുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് വൈയിലും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് വെരി സ്മോൾ ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് dy/dx. നമ്മൾ അതിനാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിച്ചത് അല്ലേ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം. ഇനി അതിനെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലവും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്രോബ്ലം മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് at the rate of 4 centimeter per second. എന്താ പറഞ്ഞിരിക്കുന്നത്? എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 centimeter per second. ഒരു ക്യൂബിൻ്റെ എഡ്ജ് 4 centimeter per second എന്ന റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. ക്യൂബിൻ്റെ എഡ്ജ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വോളിയം കൂടും അല്ലേ? ഒരു ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്താ? എഡ്ജ് എ ആണെങ്കിൽ എ ക്യൂബാണ് വോളിയം കാണാനുള്ള ഫോർമുല. അപ്പോൾ എഡ്ജ് വർദ്ധിക്കുമ്പോൾ വോളിയം വർദ്ധിക്കും. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസസ്? ഏത് റേറ്റിലാണ് ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്? വെൻ ദ എഡ്ജ് അല്ലെങ്കിൽ സൈഡ് ഓഫ് ദ ക്യൂബ് ഈസ് 7 centimeter. ക്യൂബിൻ്റെ സൈഡ് അല്ലെങ്കിൽ എഡ്ജ് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടി 7 centimeterലെത്തി. ആ 7 centimeter ആവുന്ന സമയത്ത് അപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എഡ്ജിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അതനുസരിച്ച് വോളിയവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എഡ്ജിൻ്റെ ലെങ്ത് 7 centimeter ആവുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് ഏത് റേറ്റിലാണ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്? അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസസ് വെൻ ദ സൈഡ് ഓഫ് ദ ക്യൂബ് ഈസ് 7 centimeter? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്യൂബിൻ്റെ എഡ്ജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് റേറ്റിലാണ് കൂടുന്നത്? 4 centimeter per second എന്ന റേറ്റിലാണ് കൂടുന്നത്. ഒരു സെക്കൻഡിൽ 4 centimeter എന്ന റേറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസസ് വെൻ ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് 7 centimeter? അപ്പോൾ എങ്ങനെ തുടങ്ങാം? ക്യൂബിൻ്റെ എഡ്ജിനെ നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്യാം, വോളിയത്തെ വി എന്ന് ഡിനോട്ട് ചെയ്യാം. ക്യൂബിൻ്റെ എഡ്ജിനെ എ എന്നും വോളിയത്തെ വി അല്ലെങ്കിൽ എ എന്നല്ല എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ലെറ്റ് എക്സ് ബി ദ സൈഡ് ഓഫ് ദ ക്യൂബ് അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ ക്യൂബ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ക്യൂബിൻ്റെ സൈഡ് അല്ലെങ്കിൽ എഡ്ജിനെയാണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 centimeter per second. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും ഇവിടുന്ന്? ഒരു സെക്കൻഡിൽ 4 centimeter വീതം കൂടുന്നു എന്നാ അല്ലേ? അപ്പോൾ എന്ത് തമ്മിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ്? പറയൂ. ടൈമുമായിട്ട്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് ദ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞൂടെ? ടൈമിനെ നമ്മൾ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ക്യൂബിൻ്റെ എഡ്ജിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഡ്ജ് ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ദാറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താണത്? dx/dt. അപ്പോൾ ഈ 4 centimeter per second എന്ന് പറയുന്നത് dx/dt ആണ് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ലെറ്റ് എക്സ് ബി ദ സൈഡ് ഓഫ് ദ ക്യൂബ് ദെൻ dx/dt ഈസ് ഈക്വൽ ടു 4 centimeter per second. അത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസസ്? ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്താണെന്നാണ് ചോദ്യം. ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വോളിയത്തെ നമ്മൾ വി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വോളിയത്തെ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ദാറ്റ് മീൻസ് dv/dt ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ dx/dt ആണ് തന്നിരിക്കുന്നത്, dv/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ക്യൂബിൻ്റെ വോളിയമാണ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല നമ്മൾ എടുക്കണം. എന്താ ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല? v = x ക്യൂബ്. നമ്മൾ എന്ത് ചെയ്യും പറയൂ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി dv/dt എന്ന് വരും. ഈക്വൽ ടു എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ
വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3x² ഇൻറ്റു dx/dt എന്നാവും അല്ലേ. dx/dt തൊട്ട് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, എത്രയാ? 4. എഡ്ജ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ dx/dt 4 ആണ്. അപ്പോൾ നമുക്ക് dx/dtക്ക് വരെ 4 കൊടുക്കാം. 3x² ഇൻറ്റു 4 ദാറ്റ് ഈസ് 12x² എന്ന് കിട്ടും. ഇതാണ് dv/dt. dv/dt ഈസ് ഈക്വൽ ടു 12x². റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് 12x² ആണ്. പക്ഷെ ചോദ്യത്തിൽ ചോദ്യത്തിൽ നോക്കൂ, at what rate is the volume of the cube increases when the side of the cube is 7 cm. ക്യൂബിൻ്റെ സൈഡ് 7 cm ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 7 ആകുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ dv/dt 12x² എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ സൈഡ് 7 ആകുമ്പോൾ ദാറ്റ് മീൻസ് എക്സ് 7 ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ എക്സിന് 7 കൊടുത്താൽ പോരെ. അപ്പോൾ when x is equal to 7 cm, dv/dt is equal to 12 into 7². അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 508 എന്ന് കിട്ടും. അപ്പോൾ എന്ത് എഴുതാം? dv/dt ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ എന്ത് എഴുതാം? വോളിയം ഈസ് ഇൻക്രീസിങ് അല്ലേ, ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 508 cm³/s. എന്തുകൊണ്ടാണ് വോളിയം ഈസ് ഇൻക്രീസിങ് എന്ന് എഴുതിയത്? dv/dt പോസിറ്റീവ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് dv/dt നെഗറ്റീവ് ആണെങ്കിൽ എന്തെഴുതും? വോളിയം ഈസ് ഡിക്രീസിങ് എന്ന് എഴുതും അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവും. ഇത് മനസ്സിലായോ? അപ്പോൾ ഈ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നൊരു മെത്തേഡ് മനസ്സിലായോ? ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഈ ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ദ rate of change of area of a circle with respect to the radius when the radius is 5 cm. ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എടുത്തത് നോക്കൂ. കഴിഞ്ഞ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 cm/s. ഒരു സെക്കൻഡിൽ 4 cm വീതം ക്യൂബിൻ്റെ എഡ്ജ് വർദ്ധിക്കുന്നു. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് ദ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരുന്നു അല്ലേ. അപ്പോൾ ക്യൂബിൻ്റെ എഡ്ജിന് നമ്മൾ എക്സ് എന്ന് എടുത്താൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് dx/dt ആണ്. ചോദ്യം വാട്ട് റേറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസസ്. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് അതായത് dv/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ എന്താ വ്യത്യാസം? നോക്കൂ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് എന്നാണ് ചോദ്യം. വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് റേഡിയസിനെ r എന്നും ഏരിയയെ a എന്നും ഡിനോട്ട് ചെയ്താൽ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? പറയൂ. dA/dr ആണ്. ഇവിടെ ആറും എയും ഒക്കെ വേരിയബിൾസ് ആണ്, ഒന്നും കോൺസ്റ്റന്റുകളല്ല. കാരണം റേഡിയസ് മാറുന്നു, അപ്പോൾ ഏരിയയും മാറുന്നു. dA/dr ആണ്, dA/dt അല്ല ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് വെൻ ദ റേഡിയസ് ഈസ് 5 cm. റേഡിയസ് 5 cm ആവുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. റേഡിയസ് കൂടിക്കൊണ്ടിരിക്കുന്നു, ഏരിയയും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റേഡിയസ് കൂടിക്കൂടി റേഡിയസ് 5 ആകുന്നു, അപ്പോൾ ഏരിയയും കൂടിക്കൊണ്ടിരിക്കുക. ആ 5 ആകുന്ന സമയത്ത് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല ചോദിച്ചേക്കുന്നത്. അത് മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? അപ്പോൾ എങ്ങനെ തുടങ്ങും? അപ്പോൾ നമുക്കിവിടെ ഏരിയ ഓഫ് ദ സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല വേണ്ടേ? എന്താ ഫോർമുല? πr². A is equal to πr². നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടി ആണോ വിത്ത് റെസ്പെക്ട് ടു r ആണോ? r ആണ്. കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു r ആണ്. അപ്പോൾ dA/dr. വാട്ട് ഈസ് dA/dr? വിത്ത് റെസ്പെക്ട് ടു r ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പൈ കോൺസ്റ്റന്റ് ആണ്. പൈ ഇൻറ്റു r²ൻ്റെ ഡെറിവേറ്റീവ് 2r എന്നേ ഉള്ളൂ. പൈ ഇൻറ്റു 2r ദാറ്റ് ഇസ് 2πr. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? ടി ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? പറയൂ. അല്ല, ഇതിപ്പോൾ ഈ റൈറ്റ്സ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടി ആയിരുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് dA/dt ഇത് വരും, റൈറ്റ് സൈഡ് ഇത് വരും പൈ ഇൻറ്റു 2r മാത്രമേ വരത്തുള്ളൂ. 2r മാത്രമേ വരത്തുള്ളൂ. dr/dt കൂടെ വരും. ഇവിടെ എന്തുകൊണ്ടാണ് അത് വരാത്തത്?
വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ഡിഫറൻഷിയേഷൻ. അതുകൊണ്ടാണ് 2r എന്ന് മാത്രം വന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ dA/dr = 2πr എന്ന് കിട്ടി. ചോദ്യം, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ആണ്. വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ്, വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. dA/dr ആണ് കാണേണ്ടത്. എപ്പോൾ? വെൻ ദ റേഡിയസ് ഈസ് 5 സെൻറ്റിമീറ്റർ. റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമുക്ക് dA/dr 2πr എന്ന് കിട്ടി. അപ്പോൾ റേഡിയസ് 5 ആകുമ്പോൾ, ദാറ്റ് മീൻസ് r 5 ആകുമ്പോൾ എന്താണ് dA/dr? ഇതിന് r 5 കൊടുത്താൽ പോരെ? dA/dr = 2π × 5, ദാറ്റ് ഈസ് 10π എന്ന് കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എത്രയാണ്? 10π ആണ്. ഇത് മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടോ? പ്രോബ്ലം നന്നായി മനസ്സിലായോ? ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും ഇവിടെ. റേറ്റ് ഓഫ് ചേഞ്ച് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ കാണും കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഒരു പ്രോബ്ലം മിക്കവാറും ഉണ്ടാവും. കാരണം ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച്. നമുക്ക് പലയിടത്തും ഫിസിക്സിലൊക്കെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റിയെ കുറിച്ച് പഠിക്കാറുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. മാഗ്നറ്റിസം ഒക്കെ പഠിക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്നുണ്ടാവും. അവിടെ എല്ലാം റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് സ്റ്റഡി ചെയ്യുന്നത്. അവിടെ എല്ലാം നമുക്ക് ഈ ഡെറിവേറ്റീവിൻ്റെ ഉപയോഗമുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞാൽ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാൽക്കുലസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതിനകത്ത് ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇൻ്റഗ്രൽ കാൽക്കുലസും ഇത് രണ്ടുമില്ലാതെ നമുക്ക് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ മുന്നോട്ട് പോകില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ എഞ്ചിനീയറിങ്ങോ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ഇല്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ശരി, അടുത്ത് ശ്രദ്ധിക്കാം. യൂണിറ്റ് ഉണ്ട്. സോ അത് എഴുതാൻ വിട്ടുപോയതാണ്. യൂണിറ്റ് ഉണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താ? ഇവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറും റേഡിയസിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററും. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ എന്ന് പറയാം. അങ്ങനെ പറയാം കേട്ടോ. ഞാൻ നോട്ട് എഴുതുമ്പോൾ അത് കറക്റ്റ് ചെയ്ത്, നോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. സെൻറ്റിമീറ്റർ എന്ന് എഴുതിക്കൂടാ. അങ്ങനെ എഴുതണ്ട. കാരണം ഏരിയയും റേഡിയസും ആയിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് പറയുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് എഴുതണ്ട. ഇങ്ങനെ തന്നെ എഴുതാം. അടുത്ത ചോദ്യം. അല്ലേ, ഒരു മിനിറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യന് മുമ്പായിട്ട് ഞാൻ വേറെ 1-2 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിച്ചു. അല്ല, വേണ്ട. ഫോർത്ത് തന്നെ ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കാം. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ശ്രദ്ധിച്ച് വായിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർത്തും വയ്ക്കണം. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്ഫെറിക്കൽ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് ഇൻ 900 cm³ ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. ബലൂണാണ്. വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ബലൂണാണ്. ഈസ് ബീയിങ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. എന്തോ ഇൻഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? വലുതാക്കുന്നു. ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് ഇൻ 900 cm³ ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. എന്താ അവിടെ മനസ്സിലായ? പറയൂ. പമ്പ് ഒരു സെക്കൻഡിൽ 900 cm³ എന്ന റേറ്റിൽ ഗ്യാസ് പമ്പ് ചെയ്ത് അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യുകയാണ്, അതിനെ വലുതാക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയം വർദ്ധിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? ഒരു സെക്കൻഡിൽ 900 cm³ ഗ്യാസ് അതിലേക്ക് പമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു സെക്കൻഡിൽ 900 cm³ എന്ന നിരക്കിൽ റേറ്റിൽ അതിൻ്റെ വോളിയം കൂടുന്നു എന്നല്ലേ? എന്ന് പറഞ്ഞാൽ അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ടൈം. ഒരു സെക്കൻഡിൽ 900 cm³ വീതം വോളിയം കൂടുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണത്. വോളിയത്തിനെ വി എന്നും ടൈമിനെ ടി എന്നും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം അതെന്താണ്? പറ. dV/dt.
അത് ഓർക്കുമല്ലോ. അപ്പം dv/dt ആണ് 900. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കാരണം നമ്മൾ ഇതിങ്ങനെ നോട്ട് മാറ്റി മാറ്റി പോകുമ്പോഴത്തേക്ക് ഇത് കാണില്ല. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചോ. dv/dt = 900. ഓർത്തിരിക്കുമല്ലോ അത്. ശരി, അടുത്ത ഭാഗം വായിക്കാം. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഈസ് ഇൻക്രീസിങ്. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഈസ് ഇൻക്രീസിങ്. വോളിയം ഇങ്ങനെ പമ്പ് ചെയ്ത് വോളിയം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും കൂടുന്നുണ്ട്, അതിൻ്റെ റേഡിയസും കൂടുന്നുണ്ട് അല്ലേ. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസിങ്. അപ്പം എന്താ ചോദിച്ചേക്കുന്നത്? റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ അത്? dr/dt. അപ്പൊ തന്നിരിക്കുന്ന എന്താണ്? dv/dt = 900 cm3/s തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? dr/dt കണ്ടുപിടിക്കണം. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് സ്പിയറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല ഉപയോഗിക്കേണ്ടി വരും അല്ലേ. ക്വസ്റ്റ്യൻ ഇനി തീർന്നില്ല, ക്വസ്റ്റ്യൻ ഇനിയുണ്ട്. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 15 cm. ആ റേഡിയസ് 15 ആവുന്ന സമയത്ത് ബലൂൺ ഇങ്ങനെ ഇതിൻ്റെ വോളിയം കൂടുന്നു, അപ്പോൾ റേഡിയസും കൂടുന്നു. അങ്ങനെ കൂടി റേഡിയസ് 15 cm ആകുന്നൊരു ടൈം ഉണ്ടാവും. ആ സമയത്തും റേഡിയസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് റേഡിയസിനുണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. 15 ആവുന്ന സമയത്ത് റേഡിയസിനുണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇനി ഒരു പാർട്ട് കൂടി ക്വസ്റ്റ്യനിലുണ്ട്. ആൾസോ ഫൈൻഡ് റേറ്റ് അറ്റ് വിച്ച് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിംഗ് എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ചെയ്യാം. തൽക്കാലം നമുക്ക് റേഡിയസിൻ്റെ ചെയ്തിട്ട് നമുക്ക് സർഫസ് ഏരിയയിലേക്ക് വരാം. എന്താണ് സ്പിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല? പറയൂ. സ്പിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല 4/3 πr³. അപ്പം v = 4/3 πr³. ആ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. തന്നിരിക്കുന്നത് ഏതാണ്? dv/dt അല്ലേ. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? dr/dt. എപ്പോഴ്? 15 ആവുന്ന സമയത്ത് അല്ലേ. അപ്പൊ dv/dt എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 900. dr/dt ആണ് കാണേണ്ടത് എപ്പോൾ? 15 ആകുമ്പോൾ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലോർത്തിരിക്കുമല്ലോ. ശരി, നമുക്ക് വരാം. φ = 4/3 πr³. നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടി ഇറ്റ് ഈസ് dv/dt = റൈറ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4/3 π എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 4/3 π ഇൻറ്റു r³ ഡെറിവേറ്റീവ് എന്ത് വരും? 3r² ഇൻറ്റു dr/dt അല്ലേ. വിത്ത് റെസ്പെക്ട് ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇൻറ്റു dr/dt എന്ന് വന്നത്. ഇവിടെ റൈറ്റ് സൈഡിലെ 3 താഴത്തെ 3 മുകളിലത്തെ 3 ആയിട്ട് ക്യാൻസൽ ആവും. അപ്പോൾ dv/dt = 4 πr² ഇൻറ്റു dr/dt എന്നാവും അല്ലേ. അതിന് dv/dt തന്നിട്ടുണ്ടല്ലോ. എത്രയാ? 900. അപ്പോൾ dv/dt = 900 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ dv/dt വരെ 900 കൊടുക്കാമല്ലോ അല്ലേ. ഫ്രം ഇക്വേഷൻ 1 ആണ്. ഫ്രം ഇക്വേഷൻ 1 എന്നുണ്ട് അവിടെ. ഫ്രം ഇക്വേഷൻ 1 900 = 4 πr² ഇൻറ്റു dr/dt അല്ലേ. നമുക്ക് dr/dt അല്ലേ ആവശ്യം. ഇപ്പോൾ വാട്ട് ഈസ് dr/dt? 900/4 πr² അല്ലേ. dr/dt = 900/4 πr². ഇനി ചോദ്യം dr/dt ആണ്, പക്ഷെ എപ്പോഴുള്ള dr/dt ആണ് ചോദിച്ചത്? 15 ആകുമ്പോൾ. അപ്പോൾ വെൻ r = 15 cm dr/dt = 900/4 π ഇൻറ്റു r വരെ 15 കൊടുത്തു. അപ്പോൾ 4 πr ഇൻറ്റു 15². അത് സിംപ്ലിഫൈ ചെയ്തെടുത്ത് കിട്ടുന്ന ആൻസറാണ് 1/π. സിംപ്ലിഫിക്കേഷനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ലേ. 15² എടുക്കും. അപ്പോൾ 15² എടുക്കുമ്പോൾ 225 എന്ന് കിട്ടും. 225 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 900 കിട്ടും. താഴത്തെ 900 ക്യാൻസൽ ആവും. അങ്ങനെയാണ് 1/π വന്നത്. അപ്പോൾ dr/dt 1/π. എന്തെഴുതും ആൻസർ? പറ. റേഡിയസ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 1/π. 1/π ആണ്, 225 അല്ല, 1/π ആണ്. ഞാൻ ക്വസ്റ്റ്യൻ നോട്ട് തരാം, കറക്റ്റ് ചെയ്ത് തരാം.
1/π cm/s. അത് മനസ്സിലായോ? ഈ ചോദ്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഓൾസോ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിങ് എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. പക്ഷെ ക്വസ്റ്റനിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് എന്താ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്? ഓൾസോ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിങ് എന്ന് കൂടിയുണ്ട്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോമുല എന്താണ്? ആ ഫോമുലകൾ പഠിച്ചു വെക്കണം. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോമുല 4πr. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഹൈസ്കൂൾ ക്ലാസ്സിൽ സ്ഫിയറിൻ്റെ വോളിയം സർഫസ് ഏരിയ ഒക്കെ? ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ ഈ ഫോക്കസ് ഏരിയ ഒക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചത്. ഇതൊക്കെ 10-ലല്ലല്ലോ പഠിച്ചത്, മുമ്പേ പഠിച്ചില്ലേ? സ്ഫിയറൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? 10th ഉണ്ടായിരുന്നോ? അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയക്കകത്ത് ഉണ്ടായിരുന്നോ? അത് ഒഴിവാക്കപ്പെട്ട പോർഷൻ ആയിരുന്നോ? ഉണ്ടായിരുന്നോ? നിങ്ങൾക്കില്ലായിരുന്നു? CBSEക്ക് ഇല്ലായിരുന്നു, മറ്റ് സ്റ്റേറ്റിൻ്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഓ, നിങ്ങൾക്കില്ലല്ലോ. സോറി നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾ പഴയ സോറി നിങ്ങൾ പരീക്ഷ ആയപ്പോഴല്ലേ കോവിഡ് ഉണ്ടായിരുന്നുള്ളൂ. ശരിയാ, നിങ്ങൾ പഴയത് വെച്ച് പഠിച്ചത്. ഓക്കെ, ഇപ്പോഴത്തെ +1കാർക്കാണ് ഫോക്കസ് ഏരിയ വരുന്നത്. സോറി, അത് ഓർത്തില്ല. അപ്പോൾ സർഫസ് ഏരിയയുടെ ഫോമുല 4πr² അല്ലേ? സർഫസ് ഏരിയ ഞാൻ എസ് എന്ന സിമ്പൽ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തു. അത് ഏരിയ ഉള്ള കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സർഫസ് ഏരിയക്ക് എസ് എന്ന സിമ്പൽ ഉപയോഗിച്ചു. അപ്പോൾ S = 4πr². ചോദിച്ചിരിക്കുന്ന സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, ദാറ്റ് മീൻസ് ds/dt ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ds/dt ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്ത് വരും? ds/dt. അപ്പോൾ 4π × r²ൻ്റെത് 2r × dr/dt ആണ് അല്ലേ? 4π × 2r 8πr × dr/dt എന്ന് വരും അല്ലേ? dr/dt അല്പം മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എവിടെ കണ്ടുപിടിച്ചു? ഇതവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. dr/dt = 900/4πr². അത് ഉപയോഗിക്കാം. ഈ r = 15 എടുത്ത dr/dt ഉപയോഗിക്കണ്ട, അതല്ല ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കാം. 900/4πr² എന്ന് ഉപയോഗിക്കാം. ഉപയോഗിച്ചൂടെ? അപ്പോൾ എന്ത് കിട്ടി? 8πr × ആ dr/dtക്ക് പകരം 900/4πr². ഇതാ 6 ക്യാൻസലായി പോകും. ഒരു 6 താഴത്തെ r² ഉണ്ട്, ഒരു 6 ക്യാൻസലായി പോകും. 4 ഇവിടെ 2 വരും. കട്ട് ചെയ്ത് 1800/r എന്ന് വരും. ഇതാണ് ds/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനകത്ത് ഇനി നമ്മൾ r ന് 15 കൊടുക്കുന്നു. ഇതിൽ നമ്മൾ r ന് 15 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ds/dt = 1800/15 എന്ന് കിട്ടും. 120 ആണ്. അപ്പോൾ എന്തെഴുതും? ds/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 120 cm²/s. മനസ്സിലായോ? ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആണോ ഇത്? അല്ലല്ല, ശരി. ഇത് കാണാമോടെ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എ പാർട്ടിക്കിൾ മൂവ്സ് എലോങ് ദ കർവ് 6y = x³ + 2. ഒരു കർവ്, ഈ ഗ്രാഫാണ്. 6y = x³ + 2. തീർച്ചയായിട്ടും അതിനൊരു ഗ്രാഫ് ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ടായിരിക്കത്തില്ലേ? ഉണ്ടായിരിക്കും. ആ ഗ്രാഫിൽ കൂടെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ ആ കർവിൽ കൂടെയാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ആ കർവിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് ഇങ്ങനെ മാറി വരും. പോയിന്റ് മാറുക എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് മാറും, വൈ കോർഡിനേറ്റ് മാറും അല്ലേ? ഫൈൻഡ് ദ പോയിന്റ് ഇൻ ദ കർവ് അറ്റ് വിച്ച് വൈ കോർഡിനേറ്റ് ചേഞ്ചസ് 8 times ഫാസ്റ്റ് ആസ് എക്സ് കോർഡിനേറ്റ്. ആ കർവിൽ കൂടെ പിന്നെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6y = x³ + 2 എന്ന് പറയുന്ന കർവിൽ കൂടി ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പോയിന്റ് മാറി വരികയാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? രണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഏത് പോയിന്റിലാണ്? അറ്റ് വാട്ട് പോയിന്റ് ഓൺ ദ കർവ്? ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ കർവ് അറ്റ് വിച്ച് വൈ കോർഡിനേറ്റ് ചേഞ്ചസ് 8 times ഫാസ്റ്റ് ആസ് എക്സ് കോർഡിനേറ്റ് എന്നാണ്. എക്സ് കോർഡിനേറ്റിൻ്റെ 8
8 ടൈംസ് വേഗതയിൽ വൈ കോർഡിനേറ്റ് ചേഞ്ച് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഏത് പോയിന്റ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് കോർഡിനേറ്റിൻ്റെ 8 ടൈംസ് വേഗതയിൽ വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോർഡിനേറ്റ് 8 ആണെന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? എക്സ് കോർഡിനേറ്റ് മാറുന്നതിൻ്റെ 8 ഇരട്ടി വേഗതയിൽ വൈ കോർഡിനേറ്റ് മാറുക എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റിൻ്റെ ചേഞ്ചും എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ചുമായിട്ടുള്ള റേഷ്യോ എടുത്താൽ ആ റേഷ്യോ 8 ആകുന്നല്ലേ അർത്ഥം അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് കോർഡിനേറ്റ് 8 ആണെന്നല്ലേ അർത്ഥം. ദാറ്റ് മീൻസ് എന്താണ്? ഡി പറ dy by dx = 8 എന്നാണ് തന്നേക്കുന്നത് അല്ലേ? അത് ഏത് പോയിന്റിലാണെന്ന് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ആദ്യം ആ കർവിൻ്റെ ഇക്വേഷൻ എടുത്തു. 6y = x³ + 2 ആ കർവിൻ്റെ ഇക്വേഷൻ എടുത്തു. ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്ത് കിട്ടും? 6 into yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് dy by dx. 6 into dy by dx = റൈറ്റ് സൈഡ് x³ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 3x² + 2 കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടും. അപ്പോൾ 6 into dy by dx = 3x² എന്ന് കിട്ടി. അത് മനസ്സിലായല്ലോ? അപ്പോൾ dy by dx 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ dy by dx = 3x² / 6 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് x² / 2 എന്ന് കിട്ടും അല്ലേ? ഇനി നോക്കൂ, y coordinate changes 8 times fast as x coordinate എന്ന് പറഞ്ഞാൽ when y coordinate changes 8 times as fast as x coordinate, that means rate of change of y coordinate with respect to x coordinate 8 ആണെന്ന് എന്ന് പറഞ്ഞാൽ dy by dx = 8 എന്നല്ലേ എൻ്റെ അർത്ഥം? dy by dx x² / 2 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ, തന്നിട്ടില്ലേ? അപ്പോൾ നമുക്ക് dy by dx x² / 2 കൊടുക്കാം. x² / 2 = 8 എന്ന് പറഞ്ഞൂടെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x² = 16 എന്നാവത്തില്ലേ? അപ്പോൾ x = √16 എന്നാവുമല്ലോ. +or-4 കിട്ടിയില്ലേ? അപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടി, +4ഉം -4ഉം. എക്സിന് 2 വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടിയതാണ്. രണ്ട് വാല്യൂ കിട്ടി, 4ഉം കിട്ടി -4ഉം കിട്ടി. നമുക്ക് പോയിന്റ് എഴുതണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാത്രം പോരാ, വൈ കോർഡിനേറ്റും കൂടി വേണം. എങ്ങനെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കും? പറ. കർവ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്, അതിൽ എക്സ് വാല്യൂ എടുത്ത് കൊടുത്താൽ മതി. കർവ് ഇൻഡിക്കേഷൻ എന്താ? 6y = x³ + 2. അതിലിപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഒക്കെ എടുത്ത് കൊടുത്താൽ മതി അല്ലേ? 4ഉം -4 കിട്ടിയ അപ്പോൾ എക്സ് അതിൽ ആദ്യത്തെ വാല്യൂ x4 ആകുമ്പോൾ 6y എന്ത് വരും? x³ + 2 എന്നാണ്. അപ്പോൾ 4³ + 2 that is 64 + 2 66. 6y = 66, y = 66/6 11 എന്ന് കിട്ടി. അപ്പോൾ x4 y 11. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി 4 11 അല്ലേ? രണ്ടാമത്തെ എക്സിന് -4 ആണ്, അതും ഇതുപോലെ കൊടുക്കാം. 6y = x³ + 2 കൊടുക്കുമ്പോൾ 6y = -4 the whole cube + 2. -4 the whole cube ആകുമ്പോൾ -64 എന്ന് വരും, +2 -62 ആകും. അപ്പോൾ y -62/6 -31/3 എന്ന് കിട്ടും. അപ്പോൾ x -4ഉം y -31/3. അപ്പോൾ 2 പോയിന്റുകൾ കിട്ടി. റിക്വയർഡ് പോയിന്റ്സ് ആർ 4 11 ആൻഡ് -4 -31/3. ക്ലിയർ ആയോ? അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ ഡിഫറൻഷിയേഷൻ്റെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ? ആണോടെ? അല്ല. അപ്പോൾ ആ ഡെറിവേറ്റീവിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? ഇത്തരം റേറ്റ് ഓഫ് ചേഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് ഡെറിവേറ്റീവ് ഇല്ലാതെ കഴിയില്ല. അടുത്ത വേറെ 2 പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് 6ാമത്തെ 7ാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 cm3/s. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് 10 cm? എന്താ തന്നേക്കുന്നത്? ആദ്യം തന്നേക്കുന്നത് ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോമിൽ എന്താ? എ ക്യൂബ്. ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്താണ്? ക്യൂബിന് എത്ര സർഫസ് ഉണ്ട്? 6 സർഫസ് ഉണ്ട്. എല്ലാ സർഫസും സ്ക്വയർ അല്ലേ? ഒരു സ്ക്വയറിൻ്റെ ഏരിയ A² അല്ലേ? അങ്ങനെ ഇപ്പോൾ ഓരോ സർഫസും ഇതിൻ്റെ ഏരിയ A². അങ്ങനെ 6 സർഫസ് ഉള്ളപ്പോൾ 6A² ആണ് സർഫസ് ഏരിയ. ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോമിൽ A³ ആണ്. ക്യൂബിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോമിൽ 6A² ആണ്. തന്നിരിക്കുന്നത് എന്താ? വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 cm3/s. എന്താണ് മനസ്സിലായത്? പറയൂ. തന്നിരിക്കുന്നത് എന്താണ്?
വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? dv/dt. അതാണ് 9. അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ സർഫസ് ഏരിയ? സർഫസ് ഏരിയ ഞാൻ എസ് എന്ന് ഡിനോട്ട് ചെയ്യുക. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് ആണ് വെൻ ദ എഡ്ജസ് ഓഫ് ദ ക്യൂബ് ഈസ് 10 സെന്റിമീറ്റർ. അപ്പോൾ എന്താ കാണണ്ടേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് ds/dt. ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ dv/dt 9 തന്നിട്ടുണ്ട്. ds/dt ആണ് എപ്പോഴും എഡ്ജ് 10 സെന്റിമീറ്റർ ആക്കുമ്പോൾ, ദാറ്റ് മീൻസ് എയുടെ വാല്യൂ 10 ആകുമ്പോഴുള്ള ds/dtയുടെ വാല്യൂ. അപ്പോൾ അതിനാദ്യം നമുക്ക് വോളിയത്തിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആദ്യം നമുക്ക് വോളിയത്തിൻ്റെ ഫോമുല എഴുതാം. v = a ക്യൂബ്. dv/dt എന്തോ എത്രയാണ് തന്നേക്കുന്നത്? 9. അപ്പം 9 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് dv/dt അല്ലേ? നമുക്ക് ഈ v = a ക്യൂബിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? dv/dtയുടെ വാല്യൂ എന്ത് കിട്ടും? പറ. ഇൻറ്റു da/dt. ഇവിടുത്തെ എ കോൺസ്റ്റന്റ് അല്ല, അത് ഓർമ്മ വേണം. കാരണം വോളിയം കൂടുന്നു എന്ന് പറയുമ്പോൾ എഡ്ജ് കൂടുക, അപ്പോൾ എഡ്ജ് മാറിക്കൊണ്ടിരിക്കുക, അതൊരു വേരിയബിളാണ് കേട്ടോ. 3s dv/dt എന്ന് പറയുന്നത് a ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്, അത് 3s² × da/dt. അപ്പോൾ dv/dt 9 എന്ന് പറഞ്ഞാൽ 3s² × da/dt = 9 എന്നാ അല്ലേ? ദെൻ വാട്ട് ഈസ് da/dt? ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. da/dt = 9/3s². 3യും 9 ക്യാൻസൽ ആവുന്നു. 3/s². ഇതാണ് da/dt അല്ലേ? എ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ എഡ്ജാണ്, ക്യൂബിൻ്റെ എഡ്ജാണ് എ. അപ്പോൾ da/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഈ തന്നേക്കുന്നത്. 3/s² എന്നല്ലേ? ചോദ്യം ക്യൂബിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. സർഫസ് ഏരിയ എസ് എന്നിരിക്കട്ടെ. സർഫസ് ഏരിയയുടെ ഫോമിൽ എന്താ? 6a². അപ്പോൾ ds/dt കാണണം അല്ലേ? dx/dt പറയും എന്ത് വരുന്നു? പറ. 6 × 2a × da/dt. 6 × 2 ആകുമ്പോൾ 12a × da/dt എന്ന് കിട്ടും അല്ലേ? ആ da/dt നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചില്ലേ 3/s² എന്ന് അല്ലേ? അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ 12a × 3/s². മുകളിലത്തെ എയും താഴത്തെ s²ൻ്റെ ഒരു എയുമായി ക്യാൻസലായി പോവും. 12 × 3 36 വരും. 36/a എന്ന് വരും. അപ്പോൾ ds/dt 36/a എന്ന് കിട്ടി അല്ലേ? ഇനി ചോദ്യം എന്താ? അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ സർഫേസ് ഏരിയ ഇൻക്രീസസ് വെൻ ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് 10 സെന്റിമീറ്റർ? ക്യൂബിൻ്റെ എഡ്ജ് 10 സെന്റിമീറ്റർ ആകുമ്പോൾ, ക്യൂബിൻ്റെ എഡ്ജിന് നമ്മൾ എന്ന് എഴുതിയത്, 10 ആകുമ്പോഴുള്ള സർഫസ് ഏരിയയുടെ റേറ്റാണ് ചോദിച്ചേക്കുന്നത്. അത് ചെയ്യും ഈ ds/dt 36/a വരെ 10 കൊടുത്താൽ പോരെ? അപ്പോൾ a = 10 സെന്റിമീറ്റർ, ds/dt = 36/a, ദാറ്റ് ഈസ് 36/10, 3.6 ആണ്. സർഫസ് ഏരിയ ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ സെന്റിമീറ്റർ² പെർ സെക്കൻഡ്. മനസ്സിലായോ? പ്രയാസമാണോ? പ്രോബ്ലം എളുപ്പമാണോ? ശരി, അടുത്ത ചോദ്യം. ദ ലെങ്ത് x of a rectangle is decreasing at the rate of 5 centimeter per minute and breadth y is increasing at the rate of 4 centimeter per minute. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും. ഇവിടെ ലെങ്ത്തിന് x എന്നും ബ്രെഡ്ത്തിന് y എന്നും സിമ്പിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റിനിൽ തന്നെ. ലെങ്ത് x of a rectangle is decreasing at the rate of 5 centimeter per minute എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിറ്റിൽ 5 സെന്റിമീറ്റർ വീതം ലെങ്ത് കുറയുകയാണ്. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് ലെങ്ത് കുറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താ തന്നേക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം. ലെങ്തിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു, ടൈമിനെ ടി എന്നും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണത്? dx/dt. അപ്പോൾ എത്രയാണ് dx/dtയുടെ വാല്യൂ? -5. എന്താ -5 വരാൻ കാര്യം? ഡിക്രീസിങ് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ dx/dt = -5 ആണ് അല്ലേ? ഇനി ആൻഡ് ബ്രെഡ്ത്ത് y ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെന്റിമീറ്റർ പെർ മിനിറ്റ്. അതെന്താ? dy/dt അല്ലേ? dy/dt എത്രയാ? 4. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ.
ലെങ്ത് എക്സ് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ dx/dt -5 ആണ്. ബ്രെഡ്ത്ത് y ഇൻക്രീസിങ് ആണ്, അപ്പോൾ dy/dt 4 ആണ്. ഇനി ചോദ്യം, വെൻ x is equal to 8 സെൻറ്റിമീറ്റർ ആൻഡ് y is equal to 6 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ആദ്യം ചോദിച്ചിരിക്കുന്ന ഏരിയ, രണ്ടാമത് ചോദിച്ചിരിക്കുന്ന പെരിമീറ്റർ. ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ചും കാണണം, പെരിമീറ്ററിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചും കാണണം. എപ്പോൾ x 8 y 6 ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം ഏരിയയുടെ എടുക്കാം. ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയോ, അപ്പോൾ എ ഇസിക്കൽ എക്സ് ഇൻറ്റു വൈ അല്ലേ അല്ലേ. അപ്പോൾ ആദ്യം dx/dt dy/dt എഴുതി, ദെൻ ഏരിയ എ ഇസിക്കൽ ടു എക്സ് ഇൻറ്റു വൈ. നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് വിത്ത് റെസ്പെക്ട് ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ dA/dt ഇസിക്കൽ ടു റൈറ്റ് സൈഡ് ശ്രദ്ധിക്കണം, എക്സ് ഇൻറ്റു വൈ ആണ്, പ്രോഡക്റ്റ് ആണ്. ഏത് റൂള് വേണം? പ്രോഡക്റ്റ് റൂൾ വേണം. ഇതാ പ്രോഡക്റ്റ് റൂള്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ എക്സ് ഇൻറ്റു dy/dt പ്ലസ് വൈ ഇൻറ്റു dx/dt എന്നല്ലേ വരിക. ഫസ്റ്റ് എക്സ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്, അതാണ് dy/dt പ്ലസ് സെക്കൻഡ് വൈ ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, അതാണ് dx/dt. dx/dtയും dy/dtയും വാല്യൂ മുകളിലുണ്ട്. dx/dt -5 dy/dt 4, അത് കൊടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു dy/dt 4, എക്സ് ഇൻറ്റു 4 പ്ലസ് വൈ ഇൻറ്റു -5, എക്സ് ഇൻറ്റു 4 പ്ലസ് വൈ ഇൻറ്റു -5. സോറി, അത് വിട്ടുപോയി, പേജ് മാറിപ്പോയി, കുഴപ്പമില്ല. ഇതാണ് എക്സ് ഇൻറ്റു 4 പ്ലസ് വൈ ഇൻറ്റു -5, ദാറ്റ് ഈസ് 4x - 5y. മനസ്സിലായോ? ചോദ്യം ചോദ്യം എന്താണ്? എക്സ് 8ഉം y 6ഉം ആകുമ്പോഴുള്ളതാ അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് 8ഉം വൈക്ക് 6 കൊടുക്കുക അല്ലേ. എക്സിന് 8ഉം, വെൻ x is equal to 8 and y is equal to 6, dA/dt is equal to 4x - 5y എന്നാണ്. ദാറ്റ് ഈസ് 4 × 8 - 5 × 6, ദാറ്റ് ഈസ് 32 - 30 is equal to 2. അതാണ് dA/dt. എന്തെഴുതും? ഏരിയ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 cm² per minute. അടുത്ത പെരിമീറ്ററിൻ്റെ എന്താ? പെരിമീറ്ററിൻ്റെ ഫോർമുല 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ p is equal to 2 × x പ്ലസ് y അല്ലേ. dp/dt ആണ് എടുക്കേണ്ടത്. dp/dt is equal to 2 × dx/dt പ്ലസ് dy/dt എന്നല്ലേ വരിക. ആ dx/dtയുടെ dy/dtയുടെ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dx/dt -5 dy/dt 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 × -5 + 4 -1 ആണ്. അപ്പോൾ 2 × -1 -1 എന്ന് വരും, -2 എന്ന് വരും. അപ്പോൾ dp/dt -2 എന്ന് കിട്ടി. എന്ത് പറയാം? പെരിമീറ്റർ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/minute. മനസ്സിലായോ? എളുപ്പമല്ലേ? ഈ ചോദ്യം ഇത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ലേക്ക് ആൻഡ് ദ വേവ്സ് മൂവ് ഇൻ സർക്കിൾ at the rate of 4 cm/s. ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ലേക്ക്. ഒരു ലേക്കിലേക്ക് ഒരു സ്റ്റോൺ ഇടുകയാണ്. എന്ത് സംഭവിക്കും? വേവ്സ് ഉണ്ടാവും അല്ലേ. വേവ് ഒരു സർക്കിൾ പോലെയല്ലേ പോകുന്നത് അല്ലേ. ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ പറ്റും. നമ്മൾ കാണുന്ന ഒരു കുഞ്ഞു സർക്കിൾ ഇങ്ങനെ വലുതായി വരുന്നതായിട്ട് തോന്നും. അങ്ങനെയല്ലേ തോന്നുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് കൂടുകയാണ് അല്ലേ. അപ്പോൾ റേഡിയസ് കൂടുക എന്ന് പറയുമ്പോൾ ഏരിയയും കൂടുന്നുണ്ട് അല്ലേ. ഇവിടെ വേവ്സ് ഏത് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നു പറയുന്നുണ്ട്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ലേക്ക് ആൻഡ് ദ വേവ് മൂവ്സ് ഇൻ സർക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 4 cm/s. ഒരു സെക്കൻഡിൽ 4 സെൻറ്റിമീറ്റർ വേഗതയിലാണ് ആ വേവ്സ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് ഒരു സെക്കൻഡിൽ 4 വീതം കൂടുന്നു എന്നല്ലേ. വേവ് 4 cm/s വേഗതയിൽ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സർക്കിൾസുമായിട്ട് മൂവ് ചെയ്യുന്ന വേവ് അതിൻ്റെ റേഡിയസ് 4 cm വെച്ച് കൂടുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം dr/dt അല്ലേ അത്. ഇനി ചോദ്യം എന്താ? അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ ദ റേഡിയസ് ഇസ് 10 cm. റേഡിയസ് 10 cm ആകുമ്പോൾ 10 ആകുമ്പോൾ ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസസ്. ഏത് വേഗതയിലാണ് ഏരിയ കൂടുന്നത്? അതെന്താ ചോദിച്ചേക്കുന്നത്? dA/dt. ഇപ്പോൾ dr/dt ഉണ്ട്, dA/dt. ഏരിയയുടെ ഫോർമുല πr². ബാക്കി നിങ്ങൾക്ക് ചെയ്തൂടെ?
ഡി എ ബൈ ഡി ടി സിക്കലിന് പൈ ഇൻറ്റു 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ ഉണ്ട് 4 എന്ന്, അത് കൊടുത്തു. 8πr എന്ന് കിട്ടി. ദെൻ r 10 ആകുമ്പോൾ എത്രയെന്ന് വെച്ചാൽ r ന് 10 കൊടുത്താൽ മതി. ചെയ്തൂടെ ഇത്? ശരിക്കും അത് ഹോംവർക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതുവരെ ചെയ്തതെല്ലാം സിമ്പിൾ പ്രോബ്ലങ്ങളല്ലേ? ശരി, ഇനി ഒരല്പം ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക. ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ. നിങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? സിമിലർ ട്രയാങ്കിൾസ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ? എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയുക? ഇപ്പോൾ ഞാൻ രണ്ട് ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്, എ ബി സിയും പി ക്യു ആറും. ഇത് സിമിലർ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? സിമിലർ എന്ന് പറയണമെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വൽ ആവണം. ഏതാ കറസ്പോണ്ടിങ് ആംഗിൾ? ഇപ്പം എ എന്ന് പറയുന്ന ആംഗിളും പി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആവണം. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആവണം. അതുപോലെ ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആവണം. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആവണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സിമിലർ പറയുന്നതിന് മുമ്പ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആദ്യം ഞാൻ പറയാം. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്, മലയാളത്തിൽ സർവ്വസമ ത്രികോണങ്ങൾ എന്ന് പറയും. എന്താ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ? എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയുന്നത്? കോൺഗ്രുവൻ്റ് മീൻസ് രണ്ടും സെയിം ആണെന്നാ, ഒരേപോലെയാണെന്നാ. കറസ്പോണ്ടിങ് ആംഗിളും ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് സൈഡും ഈക്വൽ ആവണം. ഇപ്പം ഞാൻ ആംഗിൾ ഈക്വൽ ആവുന്ന കാര്യം പറഞ്ഞു. അതോടൊപ്പം കറസ്പോണ്ടിങ് സൈഡ്, ദാറ്റ് മീൻസ് എ ബിയും പി ക്യൂവും ഈക്വൽ ആവണം, ബി സിയും ക്യു ആറും ഈക്വൽ ആവണം, എ സിയും പി ആറും ഈക്വൽ ആവണം. അങ്ങനെ ആകുമ്പോഴാണ് അതിനെ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ സിമിലർ ട്രയാങ്കിൾസിന് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് സൈഡുകൾ ഈക്വൽ ആവണ്ട. പകരം കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ എ ബിയുടെ കറസ്പോണ്ടിങ് സൈഡാണ് പി ക്യു അല്ലേ? അതിൻ്റെ റേഷ്യോ എ ബി ബൈ പി ക്യു. അതുപോലെ ബി സിയുടെ കറസ്പോണ്ടിങ് സൈഡാണ് ക്യു ആർ, ബി സി ബൈ ക്യു ആർ. എ സിയുടെ കറസ്പോണ്ടിങ് സൈഡാണ് പി ആർ, എ സി ബൈ പി ആർ. ഇത് മൂന്ന് ഈക്വൽ ആയാൽ മതി. ഇതാ ഇങ്ങനെ, ഇതാ കണ്ടോ? എ ബി ബൈ പി ക്യു ഇസിക്കൽ ടു ബി സി ബൈ ക്യു ആർ ഇസിക്കൽ ടു എ സി ബൈ പി ആർ. മനസ്സിലായോ? ഇനി ഇങ്ങനെ തന്നെ വരണമെന്നില്ല, അതാ ഇങ്ങനെ വന്നാലും മതി. എ ബി ബൈ ബി സി, എ ബി ബൈ ബി സി. അപ്പോൾ എ ബിയുടെ കറസ്പോണ്ടിങ് പി ക്യൂവും ബി സിയുടെ കറസ്പോണ്ടിങ് ക്യു ആറും ആണ്. അപ്പോൾ എ ബി ബൈ ബി സി ഈസിക്കൽ ടു പി ക്യു ബൈ ക്യു ആർ. അങ്ങനെ വന്നാലും മതി. എ ബി ബൈ ഇങ്ങനെ വന്നാലും മതി. എ ബി ബൈ ബി സി ഈസിക്കൽ ടു പി ക്യു ബൈ ക്യു ആർ. മനസ്സിലായോ? ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് പറയുന്നത്? ആ ട്രയാങ്കിൾസ് എന്താണെന്ന് പറയുന്നത്? സിമിലർ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോയും ഈക്വൽ ആവണം. അപ്പോഴാണ് അതിനെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഡെഫിനിഷൻ എങ്കിലും സിമിലർ ആവാൻ ഇതെല്ലാം കൂടെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചില തിയറങ്ങൾ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എസ് 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 എം എസ് എ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ള ഓർമ്മയുണ്ടോ? ഉണ്ട്. അതിനകത്ത് എ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞൊരെണ്ണം പഠിച്ചിട്ടുണ്ട്. എ മീൻസ് ആംഗിൾ എന്നാ. എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസിൽ കറസ്പോണ്ടിങ് ആംഗിളുകൾ രണ്ട് പെയറുകൾ ഈക്വൽ ആയാൽ മതി. അതായത് ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ആംഗിൾ എയും ആംഗിൾ പിയും. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് പെയറായില്ലേ? ഈ രണ്ട് പെയർ ഈക്വൽ ആയാൽ മൂന്നാമത്തെ പെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഈക്വൽ ആവും അല്ലേ? എന്താ കാര്യം? സം 180 ആയതുകൊണ്ട് അല്ലേ? രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഈക്വൽ ആണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വലായി, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വലായി, സ്വാഭാവികമായും ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആയിക്കൊള്ളും. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ അങ്ങ് ഈക്വൽ ആവും. അങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയാൽ തന്നെ ആ ട്രയാങ്കിൾസ് സിമിലർ ആവും. ആ റേഷ്യോയുടെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതില്ല. റേഷ്യോ ഓട്ടോമാറ്റിക്കായിട്ട് സെയിം ആകുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റി പറയാൻ എന്ത് മതി? രണ്ട് പെയർ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്വാഭാവികമായി മറ്റേ പെയർ ഈക്വൽ ആവുകയും ആ ട്രയാങ്കിൾസ് സിമിലർ ആവുകയും ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആവുകയും ചെയ്യും. മനസ്സിലായോ? സിമിലാരിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് പല തിയറങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ എ. പിന്നെയും ഉണ്ട് കുറേ. എസ് എ എസ് എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡുകളും
റേഷ്യോ ഈക്വൽ ആവുകയും അത് രണ്ട് സൈഡുകൾ തമ്മിലുണ്ടാവുന്ന ആംഗിൾ ഈക്വൽ ആവുകയും ചെയ്താൽ സിമിലർ ആവും എന്നൊക്കെ പറഞ്ഞ് കുറേ തിയറങ്ങളുണ്ട്. ഇപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് SAS എന്നും SSS എന്നും ഒക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോൾ ഒറ്റ കാര്യത്തിലേ പറയുന്നുള്ളൂ, A മാത്രമേ പറയുന്നുള്ളൂ. രണ്ട് പെയർ കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വൽ ആയാൽ ആ ട്രയാംഗിൾസ് രണ്ടും സിമിലർ ആവും. അപ്പോൾ അവയുടെ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിക്കൊള്ളും. മനസ്സിലായോ? ശരി, അടുത്ത പ്രോബ്ലം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിച്ചോ. എ മാൻ ഓഫ് ഹൈറ്റ് 2 meter വാക്സ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 5 km/h എവേ ഫ്രം എ ലാംപ് പോസ്റ്റ് വിച്ച് ഈസ് 6 meter ഹൈ. എന്താണ് ക്വസ്റ്റ്യൻ? മനസ്സിലായി? അത്രയും പറഞ്ഞത് എന്താണ്? എ മാൻ ഓഫ് 2 meter ഹൈറ്റ് ഉള്ള ഒരാൾ അല്ലേ, വാക്സ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 5 km/h, ഒരു 5 km/h സ്പീഡിൽ നടക്കുകയാണ്. എവേ ഫ്രം എ ലാംപ് പോസ്റ്റ്, ഒരു ലാംപ് പോസ്റ്റിൽ നിന്ന് അകലേക്ക്, ലാംപ് പോസ്റ്റിൻ്റെ അടുത്തുനിന്ന് അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാംപ് പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നുണ്ട് വിച്ച് 6 meter ഹൈ. അത്രയും മനസ്സിലായോ? നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഒരാൾ ഒരു ലാംപ് പോസ്റ്റ് നിൽക്കുന്നത് ഇവിടെ കേട്ടോ. ലാംപ് പോസ്റ്റാണ്. ഞാൻ ആ ലാംപ് പോസ്റ്റിന് AB എന്ന് പേര് കൊടുക്കുന്നത്. AB ലാംപ് പോസ്റ്റാണ് AB. അതിൻ്റെ ഹൈറ്റ് എത്രയാ? 6 meter എന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? ലാംപ് പോസ്റ്റ് 6 meter ആണ് ലാംപ് പോസ്റ്റിൻ്റെ ഹൈറ്റ്. അപ്പോൾ ലാംപ് പോസ്റ്റിൻ്റെ ഹൈറ്റ് 6 meter. ശരി, അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇത് ഈ എന്ന് കാണിച്ചിരിക്കുന്ന ലാംപ് പോസ്റ്റിൻ്റെ ചുവടാണ്, B അതിൻ്റെ ടോപ്പാണ്. ബിയിലാണ് ലാമ്പ് ഇരിക്കുന്നത്. ഒരാൾ നടക്കുകയാണ്, ഇവിടെ നിന്ന് അകലോട്ട് നടന്നു പോവുകയാണ്. അയാളുടെ ഹൈറ്റ് 2 meter ആണ്. അപ്പോൾ ഞാൻ ആ ആളിനെ വരയ്ക്കാം. അയാൾ ശ്രദ്ധിക്കുക, ആരാളാണ് അയാൾ PQ എന്ന് പേര് കൊടുക്കുന്നു കേട്ടോ. അയാൾ എന്ത് പേര് കൊടുക്കുന്നു? PQ എന്ന്. അയാൾക്ക് PQ എന്ന പേര് കൊടുത്തു. PQ മനസ്സിലായല്ലോ? അപ്പോൾ ലാംപ് പോസ്റ്റ് നിൽക്കുന്നു, PQ. ഇയാൾ അടുത്തോട്ടല്ല പോകുന്നത്, അകന്നകന്നാണ് പോകുന്നത്. ഇനി ചോദ്യം, find the rate at which length of the shadow increases when the man is 8 meter away from the lamp post. ആ ലാംപ് പോസ്റ്റിൻ്റെ അടുത്തുനിന്ന് 8 meter അകലെ അയാൾ ആകുന്ന സമയത്ത് അയാളുടെ ഷാഡോയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. ഇതാണ് ചോദ്യം. അയാളുടെ ഷാഡോയുടെ റേറ്റ് ലെങ്ത് ഏത് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ആളും ഈ ലാംപ് പോസ്റ്റും ഇയാളും തമ്മിലുള്ള അകന്നകന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ഷാഡോ എവിടെയായിരിക്കും ഉണ്ടാവുക? അപ്പോൾ ഇവിടെ ഒരു ലാംപ് പോസ്റ്റും ഇവിടെ ആളും നിൽക്കുമ്പോൾ AB എന്ന് പറയുന്ന ലാംപ് പോസ്റ്റും PQ എന്ന് പറയുന്നത് ആളുമാണെങ്കിൽ എവിടെയായിരിക്കും ഷാഡോ ഉണ്ടാവുക? പറയൂ. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇല്ല, സോറി, ഇവിടെ അല്ലേ ഷാഡോ ഉണ്ടാവുക അല്ലേ? ഞാനിപ്പോൾ വരച്ചത് താണ്ടിത്. രാത്രിയാണെന്ന് വിചാരിച്ചോ? അതുകൊണ്ടാണ് രാത്രിയിൽ ലാംപ് പോസ്റ്റിൻ്റെ കാര്യം പറയത്തുള്ളൂ. പകലാണെങ്കിൽ ലാംപ് പോസ്റ്റിൻ്റെ കാര്യം പറയില്ല, കാരണം സൺലൈറ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഷാഡോ ഉണ്ടാവും. അപ്പോൾ ഇതിന് പ്രസക്തിയുമില്ല. അപ്പോൾ ഇരുട്ട് ആണ് എന്ന് അത് അണ്ടർസ്റ്റുഡാണ്. പകലാണെങ്കിൽ അത് പറയുന്നതിൽ കാര്യമില്ലല്ലോ ഉണ്ടോ? ഇല്ല. അപ്പോൾ രാത്രിയാണെന്നാൽ അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ഷാഡോ ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ? ഇങ്ങനെയല്ലേ ഷാഡോ ഉണ്ടാവുക? ആണ്. അപ്പോൾ ആ ഷാഡോയുടെ ലെങ്ത്ത് ഞാൻ PC എന്ന് മാർക്ക് ചെയ്യുന്നു. ഷാഡോയുടെ ലെങ്ത്ത് PC എന്ന് മാർക്ക് ചെയ്യുന്നു. ഷാഡോയുടെ ലെങ്ത്ത്. ഓക്കെ, അത് മനസ്സിലായോ? PC എന്ന് മാർക്ക് ചെയ്തു. ആ ഷാഡോയുടെ ലെങ്ത്തിന് ഞാൻ S എന്ന പേര് കൊടുക്കുന്നു. ഷാഡോയുടെ ലെങ്ത്തിന് S എന്ന പേര് കൊടുത്തു. അതും മനസ്സിലായോ? ഇനി AB ആണ് ലാംപ് പോസ്റ്റ്, PQ ആണ് ആള്. ലാംപ് പോസ്റ്റും ആളും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, അതാണ് AP. ലാംപ് പോസ്റ്റും ആളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് AP. ഇത് AP എന്ന് പറയുന്നത് ലാംപ് പോസ്റ്റും ആളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ L എന്ന് വിളിച്ചു. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഈ ബിയിലാണ് ലാമ്പ് നിൽക്കുന്നത്, ക്യൂ ആണ് അയാളുടെ ഏറ്റവും ടോപ്പ് ഭാഗം. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ബിയിലൂടെ വരയ്ക്കുന്ന ലൈൻ ബി ക്യൂ വന്ന് ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഷാഡോയുടെ എൻഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് വരയ്ക്കാം, ബിയും ക്യൂവും സിയും കൂടെ ചേർത്ത് ഒരു ലൈൻ കൂടി വരയ്ക്കാം. വരച്ചു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ എ ബി എന്താണ്? അതെന്താണത്? ലാമ്പ് പോസ്റ്റ്. എന്താണ് പി ക്യൂ? അയാളുടെ ലെങ്ത് 2 മീറ്റർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഷാഡോ ഏതാണ്? പി സി. അതിൻ്റെ ലെങ്ത് എസ് എന്നെടുത്തു. ആ ലാമ്പ് പോസ്റ്റും അയാളും തമ്മിലുള്ള ദൂരം എത്രയാണ്? എ പി. അതിനെ എൽ എന്ന് എടുത്തു അല്ലേ? ഇയാൾ ഇങ്ങോട്ട് അകന്നകന്ന് പോകുന്നതനുസരിച്ച് ഷാഡോ കൂടിക്കൊണ്ടിരിക്കും അല്ലേ? കൂടത്തില്ലേ? കൂടുമല്ലോ. ഇയാളുടെ ഡിസ്റ്റൻസ് കൂടി പോകുന്നതോറും ഷാഡോ കൂടിക്കൊണ്ടിരിക്കും. അറിയേണ്ടത് റേറ്റ് എന്താണ്? ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ലെങ്ത് ഓഫ് ദ ഷാഡോ ഇൻക്രീസസ് വെൻ ദ മാൻ ഈസ് 8 മീറ്റർ അവേ ഫ്രം ദ ലാമ്പ്. അയാൾ ആ ലാമ്പിൽ നിന്ന് 8 മീറ്റർ അകലെ ആകുമ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഡോ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് അറിയേണ്ടത്. ലെങ്ത് ഓഫ് ദി ഷാഡോയെ നമ്മൾ എസ് എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ എസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ദാറ്റ് മീൻസ് ഡി എസ് ബൈ ഡി ടി ആണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒന്ന് നോക്കാം. നോക്കൂ, ആൻസർ നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. ലെറ്റ് എ ബി ബി ദ ലാമ്പ് പോസ്റ്റ് ആൻഡ് പി ക്യു ബി ദ മാൻ അല്ലേ? ലെറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് മാൻ ഫ്രം ദ ലാമ്പ് പോസ്റ്റ് ഈസ് ഈക്വൽ ടു എൽ. ഉണ്ടോ? ദാറ്റ് ഈസ് എ പി ഈസ് ഈക്വൽ ടു എൽ. അത് മനസ്സിലായോ? ഇനി ലെങ്ത് ഓഫ് ഷാഡോ എസ് ആണ്, പി സി ഈസ് ഈക്വൽ ടു എസ്. ഇത്രയും കാര്യങ്ങൾ എടുത്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഈ ചോദ്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചേ. എ മാൻ ഓഫ് ഹൈറ്റ് 2 മീറ്റർ വാക്സ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 5 കിലോമീറ്റർ പെർ അവർ എന്ന. അയാൾ 5 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് അയാൾ നടക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ ആ ലാമ്പ് പോസ്റ്റും അയാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ പി അല്ലേ? അയാൾ അതിൽ നിന്ന് അകലേക്ക് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കൂടുന്നു എന്നല്ലേ? എന്ന് പറഞ്ഞാൽ എല്ല് കൂടുന്നു എന്നല്ലേ? അല്ലേ? എല്ല് കൂടുന്നു. ഏത് റേറ്റിൽ കൂടുന്നു? എല്ല് 5 കിലോമീറ്റർ പെർ അവർ റേറ്റിലാണ് എല്ല് കൂടുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതെന്താണത്? ഡി എൽ ബൈ ഡി ടി. അപ്പോൾ ഡി എൽ ബൈ ഡി ടി ആണ് 5 അല്ലേ? അതാണ് ആ ചോദ്യത്തിൽ ആൻസറിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡി എൽ ബൈ ഡി ടി സിക്കൽ ടു 5 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ഡി എൽ ബൈ ഡി ടി സിക്കൽ ടു 5 കിലോമീറ്റർ പെർ അവർ. മനസ്സിലായത്? മതി. കാരണം ഇവിടെ മറ്റ് യൂണിറ്റുകളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നീട് നമുക്ക് മാറ്റാം. അത് മാറ്റാം. നമുക്ക് പിന്നീട് മാറ്റാം. കാണിച്ചാൽ വയ്ക്കാം. ശ്രദ്ധിച്ചോ? അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയും കാര്യങ്ങൾ. ഇനിയും നോക്കിയത് നമ്മൾ ഇത്രയും ആ ഡയഗ്രാം മനസ്സിലുണ്ടല്ലോ. ഇനി ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ, 2 ട്രയാങ്കിൾസ്. ഒന്ന് ട്രയാങ്കിൾ എ സി ബി. ഇതാണ് ഇത് എ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ. മറ്റൊന്ന് പി സി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ. 2 ട്രയാങ്കിൾസ് കാണുന്നില്ലേ? ഈ 2 ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണോ നോക്കിയേ. എ സി ബി എന്ന ട്രയാങ്കിളിൻ്റെ സി എന്ന് പറയുന്ന ആംഗിളും പി സി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സി എന്ന് പറയുന്ന ആംഗിൾ സെയിം അല്ലേ? സെയിം ആണല്ലോ. ആണ്. അപ്പോൾ ഒരു ആംഗിള് സെയിമാ. ഇനി മറ്റൊന്നുകൂടി പറയാം. എ സി പിയുടെ ആംഗിൾ എയും പി സി ക്യുവിൻ്റെ ആംഗിൾ പിയും ഈക്വൽ അല്ലേ? അപ്പോൾ 2 പെയർ ഈക്വൽ ആയല്ലോ. അപ്പോൾ ഇത് സിമിലർ ട്രയാങ്കിൾ ആയില്ലേ? ആയി. സിമിലർ ട്രയാങ്കിൾ ആയാൽ റേഷ്യോ ഈക്വൽ ആവുമല്ലോ. അപ്പോൾ എ ബി ബൈ എ സി എന്നെടുക്കാം. എ ബി ബൈ എ സി. എ ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് പി ക്യു. എ സി ബി എന്ന ട്രയാങ്കിളിലെ എ ബിയും പി സി ക്യു എന്ന ട്രയാങ്കിളിൻ്റെ പി ക്യുവും കറസ്പോണ്ടിങ് സൈഡുകളാണ് അല്ലേ? അതുപോലെ എ സിയുടെ കറസ്പോണ്ടിങ് സൈഡാണ് പി സി. അങ്ങനെയാണെങ്കിൽ എ ബി
ബൈ എ സി, അല്ലെങ്കിൽ തിരിച്ചു പറയാം എ സി ബൈ എ ബി ഈസിക്കൽ ടു എന്ത് വരും? എ സി ബൈ എ ബി ഈസിക്കൽ ടു പി സി ബൈ പി ക്യു. എ സി ബൈ എ ബി ഈസിക്കൽ ടു പി സി ബൈ പി ക്യു അല്ലേ? എ സി എന്ന് പറയുന്നത് എൽ പ്ലസ് എസ് അല്ലേ? എ ബി എന്ന് പറയുന്നത് 6 അല്ലേ? അപ്പോൾ എൽ പ്ലസ് എസ് ബൈ 6 ഈസിക്കൽ ടു പി സി ബൈ പി ക്യു. പി സി എസും പി ക്യു 2 ആണ് അല്ലേ? അപ്പോൾ എൽ പ്ലസ് എസ് ബൈ 6 ഈസിക്കൽ ടു എസ് ബൈ 2 എന്ന് പറഞ്ഞൂടെ? പറയാമോ? പറയാമല്ലോ, അത് നോക്കാം. ഇതാണ് എൽ പ്ലസ് എസ് ബൈ 6 ഈസിക്കൽ ടു എസ് ബൈ 2. കണ്ടത്? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 6x ഈസിക്കൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് എസ് അല്ലേ? ഇനി 2s ഇപ്പുറം കൊണ്ടുപോകാം. 6x മൈനസ് 2s ഈസിക്കൽ ടു 12, ദാറ്റ് ഈസ് 4s ഈസിക്കൽ ടു 12, 2s ഈസിക്കൽ ടു li. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2 ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഈസിക്കൽ ടു ഡി എൽ ബൈ ഡി ടി അല്ലേ? അപ്പോൾ ഇതിൽ ഡി എൽ ബൈ ഡി ടി അല്ലേ തന്നിരുന്നത്? ഈ ഡി എൽ ബൈ ഡി ടി എല്ലിടെ തന്നിരുന്നത്. കാരണം ഇത് ഈ ലെങ്ത് അയാൾ അകലോട്ട് നടന്നു പോകുമ്പോൾ അയാളും ലാമ്പുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടും, 5 km/h കൂടും. അപ്പോൾ ഡി എൽ ബൈ ഡി ടി ആണ് 5 അല്ലേ? അപ്പോൾ ഡി എൽ ബൈ ഡി ടിക്ക് 5 അല്ല 6 അല്ലേ? 6 5 5 അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഈസിക്കൽ ടു 5. അപ്പോൾ അത് കൊടുത്താൽ 2 ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഈസിക്കൽ ടു 5 എന്ന് കിട്ടും. ഡി എസ് ബൈ ഡി ടി ഈസിക്കൽ ടു 5/2 എന്ന് കിട്ടും അല്ലേ? 5/2 km/h ആണ് കിട്ടുന്നത് കേട്ടോ. 5/2 km/h. ഞാനിവിടെ ഇത് വെട്ടി ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ല, km/h ആണ്. ലെങ്ത് ഡി എസ് ബൈ ഡി ടി ഈസിക്കൽ ടു 5/2 km/h. എന്താ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ? ഷാഡോയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണല്ലേ? മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു. ഇതാണ്ട് ഇവിടെ ചോദിച്ച ചോദ്യം, ഇവിടെ തന്നിരിക്കുന്നത് km/h ഇത് മാറ്റണ്ടേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് അല്ലേ? ഇവിടെ നമുക്ക് ഈ 8 മീറ്റർ അകലം എന്നുള്ള അകലം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെയൊക്കെ അത് റേഷ്യോ ആണ് എടുത്തത്. എവിടെയാ റേഷ്യോ ആണ് എടുത്തത്? എവിടെ പ്രോബ്ലം? സോറി, അതല്ല, ശ്രദ്ധിക്കും. ഇതാണ് റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. എൽ പ്ലസ് എസും ആയിട്ടുള്ള റേഷ്യോ ആണ് ഇവിടെ വരുന്നത് അല്ലേ? ഈ റേഷ്യോ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മീറ്ററിലേക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 1000 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ അല്ലേ? ഈ എല്ലിനെ എസിലേക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത്? കിലോമീറ്ററിനെ മീറ്ററിലാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മീറ്ററിനെ കിലോമീറ്റർ ആക്കുവാണെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇപ്പുറത്തെ എസിൻ്റെ അവിടെ അത് തന്നെ ബാധകമാവത്തില്ലേ? രണ്ടിടത്തും വരത്തില്ലേ? അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? ഉണ്ട്. അപ്പോൾ റേഷ്യോ വരുന്നത് കൊണ്ടാണ് നമ്മളത് കൺവേർട്ട് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകുമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പലയിടത്തും അങ്ങനെയല്ലേ, റേഷ്യോ വരുന്നൊരു സ്ഥലത്ത് യൂണിറ്റിന് പ്രാധാന്യമുണ്ടോ? ഇല്ല. കാരണം ആ മുകളിലും താഴെയും നമ്മൾ യൂണിറ്റ് കൺവേർഷന് വേണ്ടി ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ നടത്തിയാൽ അത് മുകളിലും നടത്തണം, താഴെ നടത്തണം. അല്ലെങ്കിൽ ഇക്വേഷൻ ആണെങ്കിൽ 2 സൈഡിലും നടത്തണം. 2 സൈഡിലും നടത്തിയാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അത് നടത്തിയില്ലെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് അതവിടെ ചെയ്യാതിരുന്നത്. മനസ്സിലായോ? മാത്രമല്ല ഈ പ്രോബ്ലത്തിൽ ഈ തന്നിരിക്കുന്ന 8 മീറ്റർ അത് ഉപയോഗിക്കേണ്ടിയും വന്നില്ല. അതുകൂടെ കൊണ്ടാണത് ചെയ്യാതിരുന്നത്. നന്നായി മനസ്സിലായോ? അത് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ ചോദിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ലാഡറിൻ്റെ ഒരു പ്രോബ്ലം കൂടിയുണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു വീഡിയോ ഇട്ട് തന്നാൽ മതിയോ? സമയം 9:10 നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് കൂടെ പറഞ്ഞു നിർത്താം.
എന്താ വേണം? വീഡിയോ ഇട്ടാലും മതി, കാരണം ഇത് ചോദിക്കാൻ സാധ്യത. ജസ്റ്റ് ഒന്ന് പറയാം. എ ലാഡർ 5 മീറ്റർ ലോങ് ഈസ് ലീനിങ് എഗൻസ്റ്റ് എ വാൾ. 5 മീറ്റർ നീളമുള്ള ഒരു ലാഡർ വാളിൽ ഇങ്ങനെ നിൽക്കുക. അതാണ്ട് ഇപ്പോൾ ഒരു വാള് നോക്കിയോളൂ, ഒരു വാള് അവിടെ ഒരു ലാഡർ ചാരി വെച്ചിരിക്കും. അപ്പോൾ ഭിത്തി ഇതാണെങ്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. ആ ഗ്രൗണ്ട് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു, കണ്ടല്ലോ. ഇത് ഗ്രൗണ്ട്, ഇത് ഭിത്തിയും വരച്ചിട്ടുണ്ട്. ഒരു ലാഡർ ചാരി വെച്ചിരിക്കുക, ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു, ലാഡർ ചാരി വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത് നോക്കൂ. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeters per second. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeters per second. Bottom of the ladder is pulled away from the ground at the rate of 2 centimeters per second. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം, ഈ ലാഡറിൻ്റെ ബോട്ടം ഇങ്ങനെ വലിക്കുക. നോക്കിയാൽ വലിക്കുന്നത് കാണിക്കാം. അവേ ഫ്രം ദ ഗ്രൗണ്ട് ആണ് കേട്ടോ വലിക്കുന്നത്. വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയേ. അതിൻ്റെ മുകൾ ഭാഗം താഴോട്ട് വരത്തില്ലേ? ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ അടിഭാഗം അകലേക്ക് വലിക്കുന്നു. അകലേക്ക് വലിക്കുമ്പോൾ മുകൾ ഭാഗം താഴേക്ക് വരും അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ആണ് ചോദ്യം. ഹൗ ഫാസ്റ്റ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസസ് വെൻ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ അവേ ഫ്രം ദ വാൾ. ഹൗ ഫാസ്റ്റ് ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസസ്. ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഇത് അകത്തോട്ട് വലിക്കുമ്പോൾ ഈ ഹൈറ്റ് ഏത് റേറ്റിലാണ് ഈ ഹൈറ്റ് കുറയുന്നത്? എച്ച് കുറയുന്ന റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. dh/dt ആണ് ചോദിച്ചേക്കുന്നത്. ഈ എക്സ് 4 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ വാൾ ആകുമ്പോൾ ഉണ്ടോ, ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ. വെൻ ദ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ അവേ ഫ്രം ദ വാൾ. ആ ബോട്ടം 4 മീറ്റർ അകലത്തിലായിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ആ ബോട്ടത്തിൻ്റെ ഈ ഭിത്തിയിൽ നിന്ന് ബോട്ടം വരെയുള്ള ലെങ്തിനെ എക്സ് എന്നും ഈ ഹൈറ്റിനെ എച്ച് എന്നും എടുത്തു. ലാഡറിൻ്റെ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യും. അത് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് തരാം. വീഡിയോ കണ്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സമയം ആയതുകൊണ്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് തരാം. ഇപ്പം അവസാനം ഡിസ്കസ് ചെയ്ത 2 പ്രോബ്ലംസും അല്പം ടഫ് പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചോദിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് പഠിപ്പിച്ച ഭാഗം എങ്ങനെയുണ്ട്? ഈ ലാസ്റ്റ് 2 പ്രോബ്ലമിലുള്ള അല്പം പ്രയാസം വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ലെഫ്റ്റ് ആവണ്ട.